അമ്മ ഇവിടെ വന്നാ ഞാൻ വെച്ച അമ്മ കിടന്ന് ഉറങ്ങണമെന്ന്. അമ്മ ഉറങ്ങണമെന്നാ വിചാരിച്ച. അയ്യോ ഞാൻ ഉറങ്ങി കിടക്കുകയായിരുന്നടാ, ഇപ്പൊ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോ നീ അവിടെ നിപ്പണ്ടായി കവലയില് വിളിച്ചില്ല. എന്ത് പറ്റിയടാ? തലവേദന. ചായ വേണോ? ചായ. എടാ ശരിക്കും എന്താ പിന്നെ വന്നത്? കുഴപ്പം തന്നെ എനിക്ക് ഉള്ളപ്പോലെ. ഞാനിപ്പോ ആരാ വന്നേന്നല്ലേ ചോദിച്ചുള്ളൂ. ചോദിക്കണ്ട. കണ്ട കണ്ട ചെറുക്കൻ്റെ നേരെ ചാടിക്കടിച്ചോളൂ എല്ലാവരും കൂടെ. അത് കൊള്ളാം. ഫയൽ പിടിച്ചു. സാറേ, ഞാൻ ദിവാകരൻ, ഒരു റിട്ടയർഡ് പോലീസുകാരനാണ്. ഓ ആ ശരി. ഇതെൻ്റെ മകള്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കണം. സാർ താമസിക്കുന്ന എവിടെ? ആറ്റിങ്ങലായി പോകും. നമ്മുടെ ആ സ്റ്റേഷൻ്റെ അപ്പുറത്തായിരുന്നു. ഓ അത് ശരി. അതെ. വരുന്നുണ്ട്. അമ്മ അമ്മ ഒരു 2 ചായ എടുക്കും. അമ്മ ചായ കുടിക്കണം സാർ. കുടിക്കാം കുടിക്കാം. അമ്മ ഒരു 2 ചായ എടുക്കണേ. ഞാൻ ആറ്റിങ്ങൽ സ്റ്റേഷനിലുണ്ടായിരുന്നു സാർ, കുറച്ച് നാളുണ്ടായിരുന്നു. പക്ഷെ ഒരു 6-7 മാസമേ പറ്റുള്ളൂ. അതെ. ആ ഉത്സവത്തിന്റെ ഒക്കെ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. സാർ വെറുതെ വന്നാതോ എന്തെങ്കിലും? ഞാൻ റിട്ടയറായി, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു. 1 വർഷമായി റിട്ടയറായിട്ട്. ഇതുവരെ PF കിട്ടിയില്ല, പെൻഷനും കിട്ടുന്നില്ല. ഓ, ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിരുന്നപ്പോഴാണ് സാർ ഇതിൻ്റെ സെക്രട്ടറി ആണെന്ന് അറിഞ്ഞത്. വൈഫാ ലില്ലി. താങ്ക് യു. അപ്പോൾ സാറാ സെക്രട്ടറി ഇവർ അറിഞ്ഞത്. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ട് വന്നതാണ്. ആ സാർ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. മാക്സിമം ഫാസ്റ്റ് ആക്കാൻ നോക്കാം. ഓക്കെ, ഡീറ്റെയിൽസ് ഒക്കെ തന്നാൽ മതി. ഇതാ സാറേ ഫയൽ. സാർ ഇതൊന്ന് പെട്ടെന്ന് ശരിയാക്കി തരണം. ഞാൻ ആലുവയിൽ നിന്ന് വരിക. ഞാൻ SBIയിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ്റെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് വരെ ലീവ് എടുത്ത് വന്നേ. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. പിന്നെ മാക്സിമം നേരത്തെ ശരിയാക്കാൻ നോക്കാം. ചായ കുടിക്കൂ. കൊടങ്ങാളെ വല്യമ്മച്ചി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പോലീസുകാർക്ക് 1-2 അതിരുവിട്ട ബന്ധങ്ങളുണ്ടായിരിക്കും. നീ ഒന്ന് പോയേടാ അവിടെ നിന്ന്. ഞാൻ ചുമ്മാ അവളോ അവനെ ഓരോന്നിരുന്ന് പറയണ അവളെ ടെൻഷൻ അടിപ്പിക്കാൻ. കനകമ്മച്ചമ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ല, പൊതുവേ പോലീസുകാരുടെ സ്വഭാവം. ഇതിവിടെ പറയാൻ പോയത് അത് ഞാൻ പറഞ്ഞേ, ഇവർ ട്രാൻസ്ഫർ ചെയ്ത് പലയിടത്ത് ജോലിക്ക് പോകുമ്പോൾ അവിടെ എല്ലാം ഓരോ സ്റ്റെപ്പിനും ഉണ്ട്. കാരണം അവരുടെ ഭാഷ തൊണ്ടിമുതലെന്നാണ് പറയുന്നത്. കാസർഗോഡ് ഒരു തൊണ്ടിമുതൽ, കണ്ണൂർ ഒരു തൊണ്ടിമുതൽ. ചുമ്മാ ഇങ്ങനെ വേണ്ടാതിനെ പറയല്ലേ റൊണാൾഡെ എൻ്റെ ആങ്ങളെ പറ്റി. നിനക്കൊന്നാമത്തെ അവനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പാടില്ലേ? ചേച്ചി ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയോ, ഭയങ്കര കള്ളനാണ്, ഒരു വാക്കും മിണ്ടത്തില്ല. ആ കള്ളത്തരത്തിന്റെ കാര്യം എന്താ? ദേ, നീ ആ പെണ്ണിനെ ശരിക്കും കണ്ടതാണോ? പിന്നെ ഇനി കണ്ടാൽ മനസ്സിലാവോ? അതെന്തൊരു ചോദ്യം? ഒരാളെ ഒരു തവണ കണ്ടാൽ മതി. റോബോട്ട് റൊണാൾഡോ ഇരട്ടപ്പേരുണ്ട്, കണ്ട അന്നേരം സ്കാൻ ചെയ്യും. എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ കണ്ടുപിടിക്കും.